ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 13. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. ശ്ലോകം 31. യഥാ ഭൂതപൃഥക് ഭാവം ഏകസ്തമനുപശ്യതി തദൈവ ച വിസ്താരം ബ്രഹ്മ സമ്പദ്യതേ തദാ. വിവർത്തനം. വിവേകശാലിയായ ഒരു മനുഷ്യൻ ഭൗതിക ശരീരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ വ്യക്തിഭാവങ്ങളെ കാണുന്നത് നിർത്തുകയും ജീവജാലങ്ങളുടെ ആവിർഭാവങ്ങൾ എങ്ങനെയെന്നു കാണുകയും ചെയ്യുമ്പോൾ അയാൾ ബ്രഹ്മധാരണയിലെത്തുന്നു. ഭാവാർത്ഥം: ജീവികളുടെ നാനാവിധ ശരീരങ്ങൾ ജീവാത്മാക്കളുടെ വിഭിന്നങ്ങളായ ആഗ്രഹങ്ങളിൽ നിന്നുളവാകുന്നു എന്നും വാസ്തവത്തിൽ ആത്മാവിനെ ബാധിക്കുന്നില്ലെന്നും കാണുന്നവനത്രേ യഥാർത്ഥദർശി. ഭൗതികതാ സങ്കല്പപ്രകാരം ഒരാളെ ദേവനായും മറ്റൊരാളെ മനുഷ്യനായും ഒരു ജീവിയെ നായയായും മറ്റൊന്നിനെ പൂച്ചയായും നമ്മൾ കാണുന്നു. ഭൗതിക വീക്ഷണമാണിത്, ശരിയായ വീക്ഷണമല്ല. ഈ ഭേദഭാവനയ്ക്ക് കാരണം ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതിക സങ്കല്പമാണ്. ഭൗതിക ശരീരത്തിൻ്റെ നാശത്തിനു ശേഷം ആത്മാവ് മാത്രമേയുള്ളൂ. ആത്മാവ് ഭൗതിക പ്രകൃതിയുമായുള്ള സമ്പർക്കത്താൽ പലവിധമുള്ള ശരീരങ്ങൾ കൈക്കൊള്ളുന്നു. ഇത് ദർശിച്ചവന് ആധ്യാത്മിക വീക്ഷണമുണ്ട്. ഇങ്ങനെ വലുത് ചെറുത് മനുഷ്യൻ മൃഗം എന്നിങ്ങനെയുള്ള ഭേദഭാവങ്ങളിൽ നിന്ന് മുക്തനാവുന്ന ഒരാൾ വിശുദ്ധപ്രജ്ഞനായിത്തീരും. തൻ്റെ ആത്മീയ വ്യക്തിത്വത്തിൽ കൃഷ്ണാവബോധം വളർത്താൻ അയാൾക്ക് കഴിയും. ആ സ്ഥിതിയിൽ കാര്യങ്ങളെ അയാൾ എങ്ങനെ കാണുമെന്ന് അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു. ശ്ലോകം 32. അനാദിത്വാൻ നിർഗുണത്വാത് പരമാത്മായമവ്യയഃ ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. വിവർത്തനം. ശാശ്വതത്വത്തിൻ്റെ ദർശനം സിദ്ധിച്ചവർക്കറിയാം അവ്യയനായ ആത്മാവ് ഇന്ദ്രിയാതീതനും സനാതനനും പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അതീതനുമാണെന്ന്. ഹേ അർജുന, ഈ ശരീരത്തിൽ വാഴുന്നുവെങ്കിലും ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല, ഒന്നും അതിനെ ബാധിക്കുന്നതുമില്ല. ഭാവാർത്ഥം: ഭൗതിക ശരീരത്തിൻ്റെ ഉത്പത്തിയിൽ ഒരു ജീവാത്മാവ് പിറന്നു എന്ന് തോന്നിപ്പോവും. വാസ്തവത്തിൽ ജീവാത്മാവ് ശാശ്വതനാണ്, ജനിച്ചിട്ടുമില്ല. ഭൗതിക ശരീരസ്ഥനാണെങ്കിലും ആത്മാവ് അതീന്ദ്രിയനും സനാതനനുമാണ്, നാശമില്ലാത്തതും. സ്വഭാവേന ആനന്ദമയനായ ആത്മാവ് ഭൗതിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറില്ല. തന്മൂലം ശരീരസമ്പർക്കം കാരണം ചെയ്യാനിടവരുന്ന കർമ്മങ്ങൾ ആത്മാവിനെ ബന്ധിക്കില്ല. ശ്ലോകം 33. യഥാ സർവഗതം സൗക്ഷ്മ്യാത് ആകാശം നോപലിപ്യതേ സർവത്രാവസ്ഥിതോ ദേഹേ തഥാത്മാനോപലിപ്യതേ. വിവർത്തനം. ആകാശം സർവവ്യാപിയാണെങ്കിലും അതിൻ്റെ സൂക്ഷ്മഭാവം മൂലം മറ്റൊന്നിനോടും കൂടിക്കലരുന്നില്ല. അതുപോലെ ബ്രഹ്മഭാവനയിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവും ശരീരത്തിലിരുന്നാലും അതിനോട് ചേരുന്നില്ല. ഭാവാർത്ഥം: വായുവിന് വെള്ളത്തിലും ചെളിയിലും മലത്തിലുമെല്ലാം കടന്നുകൂടാം, എങ്കിലും അത് ഒന്നിനോടും കൂടിക്കലരുന്നില്ല. അങ്ങനെ തന്നെ ജീവാത്മാവും വിവിധ ശരീരങ്ങളിലിരുന്നാലും സൂക്ഷ്മഭാവം മൂലം അവയിൽ നിന്നകന്നു നിൽക്കുന്നു. ഒരു ജീവന് ശരീരത്തോട് എത്രമാത്രം ബന്ധമുണ്ടോ ദേഹനാശത്തിനു ശേഷം എങ്ങനെ വിട്ടുപോകുന്നുവെന്നോ ഭൗതിക ദൃഷ്ടികൾ കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല. ശാസ്ത്രീയമായി സമർത്ഥിക്കാനും ആർക്കും സാധ്യമല്ല. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.